ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ മദ്രസ വിട്ട് കുട്ടികളൊക്കെ സ്വലാത്തേലി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ പാഠം എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരെ സഹായിക്കണം, അയൽവാസികളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം നമ്മളിപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർ കൂടുതലും വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. നാട്ടിലത്തെ പോലെ പാടത്തും പറമ്പത്തൊന്നും അവർക്ക് കളിക്കാൻ പോകാനും സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ കുട്ടികളൊക്കെ പോകും. മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളൊന്നും പോകില്ലല്ലോ. പിന്നെ ദൂരത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ സ്കൂളിൽ രാവിലെ നേരത്തെ ബസ്സിൽ പോകും. കുറേ 1/4 മണിക്കൂറോളം യാത്ര ഉണ്ട് തോന്നുന്നു. തിരിച്ചതുപോലെ ഇങ്ങോട്ട് വരും, പിന്നെ മദ്രസയിൽ വരും, പിന്നെ വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, നല്ലോണം ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ കാരണം ഉസ്താദിന് നല്ല മസിലും കാര്യമുണ്ടല്ലോ, ഉസ്താദ് പുഷപ്പ് പിടിച്ച് കാണിച്ചു തരുമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ മദ്രസ വിട്ടിട്ട് കാണിച്ചു തരാം, നിങ്ങൾ ആരെങ്കിലും കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉസ്താദിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ട്, നിങ്ങൾ പത്തളം ചെയ്യണമെങ്കിൽ ഉസ്താദ് ബിസ്ക്കറ്റ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആരും ഏറ്റെടുത്തില്ല കേട്ടോ. പക്ഷേ ഒരു കുട്ടി മാത്രമാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു ബിസ്ക്കറ്റും കൊടുത്തു. അപ്പോൾ ഉസ്താദ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കാട്ടും മേലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ കുട്ടി. അപ്പോൾ ആ ചെയ്തവനെ തന്നെ ഉസ്താദ് എന്തുകൊണ്ട് സഹോദരന്മാരെ, നടത്തം വേണം, എക്സസൈസ് വേണം, ലിഫ്റ്റ് മാറ്റി സ്റ്റെയർ കേസ് ഉപയോഗിക്കുക. സിറ്റിംഗ് ഇസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാ പറഞ്ഞേ. ഇന്ന് ഇരുത്തം പറയുന്നത് ഒരു പുതിയ സ്മോക്കിംഗ് ആണ്. നമ്മുടെ ടിവികൾ, നമ്മളെ കുട്ടികൾക്ക് ടാബ്ലറ്റുകളൊക്കെ ഇരുത്തിയിട്ട് രോഗിയാക്കുക. TV സീരിയലിന്റെ മുമ്പിൽ ഇരുന്നിരുന്ന് നിങ്ങൾ രോഗികളാവുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ നടക്കണം, അധ്വാനിക്കണം, എക്സസൈസ് ചെയ്യണം. വൃത്തി